കാന്തല്ലൂരിന്റെ മണ്ണിൽ ജലസമൃദ്ധി ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെ പണി കഴിപ്പിച്ച പട്ടിശ്ശേരി അണക്കെട്ടിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. 59 കോടി രൂപ ചെലവഴിച്ചാണ് അണക്കെട്ടിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. കാന്തല്ലൂരിന്റെ കാർഷിക മുന്നേറ്റത്തിനായി ജലസമൃദ്ധി ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അണക്കെട്ട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. സ്ട്രോബെറിയും ക്യാബേജും വെളുത്തുള്ളിയും അടങ്ങുന്ന പച്ചക്കറികളും കരിമ്പും നെല്ലുമെല്ലാം സമൃദ്ധമായി വിളയുന്നിടമാണ് കാന്തല്ലൂർ. കാന്തല്ലൂരിന്റെ കാർഷിക മുന്നേറ്റത്തിനായി ജലസമൃദ്ധിയൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പട്ടിശ്ശേരി അണക്കെട്ട് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. 10,000-ഓളം ആളുകൾക്ക് നേരിട്ടും 2,000-ഓളം ആളുകൾക്ക് പരോക്ഷമായും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. 59 കോടി രൂപ ചിലവഴിച്ചാണ് അണക്കെട്ടിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. അണക്കെട്ടിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മാർച്ച് മാസം 1-ാം തീയതി പട്ടിശ്ശേരി ഡാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഉദ്ഘാടനമാണ്. സംസ്ഥാന ഗവൺമെൻറ് 60 കോടി രൂപ ചെലവിൽ ഘട്ടം ഘട്ടമായി ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ഡാമിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ ആദരണീയനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവர்களാണ് ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 2014 പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത്. 2014 ജൂലൈയിൽ കരാർ നടപടികൾ പൂർത്തീകരിച്ചു. 5 തവണ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് പുതുക്കി. 10,000 ടണ്ണിലധികം ഹൈഡ്രേറ്റ് സ്റ്റീൽ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കൊപ്പം കാന്തല്ലൂരിന്റെ ക്ഷീരസംരക്ഷണ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും പുതിയ അണക്കെട്ട് കരുത്താകും. വരും തലമുറകളുടെ കൂടി ആവശ്യം നിറവേറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ചെക്ക് ഡാമിന് പകരം പട്ടിശ്ശേരിയിൽ അണക്കെട്ട് തന്നെ യാഥാർത്ഥ്യമാക്കിയത്. അണക്കെട്ടിന് 140 മീറ്റർ നീളവും 33 മീറ്റർ ഉയരവുമുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ.